അഞ്ജലി ദേവികയുടെ ഒരു പുതിയ കിടിലൻ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ എങ്ങനെയുണ്ട് എല്ലാവരുടെയും ദിവസങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് പോകുന്നില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ മെമ്പേഴ്സ് ഉള്ള സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ട് എങ്ങനെയുണ്ട്? എല്ലാരും കമന്റ് ബോക്സിൽ അതിനുള്ള റിപ്ലൈസ് ഒക്കെ എനിക്ക് തരണം കേട്ടോ. സ്റ്റോറി ഇഷ്ടപ്പെട്ടോ, രസമുണ്ടോ കേൾക്കുമ്പോ എന്നൊക്കെ. മെമ്പേഴ്സ് ഉള്ളിയായിട്ട് നല്ല ത്രില്ലിംഗ് കഥകൾ ഇട്ടപ്പോ അത് കേൾക്കാതിരിക്കുന്നത് മോശമല്ലേ? ജോയിൻ ബട്ടൺ പ്രസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ആ പേയ്മെന്റ് ഓപ്ഷൻ അങ്ങ് ക്ലിയർ ചെയ്താല് നിങ്ങൾക്ക് കിഡിലൻ മെമ്പേഴ്സ് ഉള്ള സ്റ്റോറീസ് ഈ യൂട്യൂബിൽ തന്നെ കേൾക്കാൻ പറ്റും. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്താണ് കേട്ടോ ഉള്ളത്. അതല്ലാതെ പിന്നെ ദേവൂസ് വോക്കൽസിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് പലരും മറക്കുന്നുണ്ടെന്ന് എന്റെ ശ്രദ്ധയിൽ പെട്ടത് കൊണ്ടാ. ഗൂഗിളിൽ അങ്ങ് കയറുക, ദേവൂസ് വോക്കൽ എന്ന് സെർച്ച് ചെയ്യുക. അവിടെ ദേവുവിന്റെ വോയിസിൽ നല്ല ഫുൾ ആയിട്ടുള്ള ഹോട്ട് സ്റ്റോറീസ് നിങ്ങൾക്ക് മസാലയായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. യൂട്യൂബിലൊക്കെ ഇടുന്നത് പോലെയല്ല, ഒരു പാർട്ട് പോലും കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണെന്നുള്ളത്? അപ്പൊ അവിടെ ഫ്രീ ആയിട്ട് ആ സ്റ്റോറീസ് കിട്ടുമ്പോ നിങ്ങൾ എന്തായാലും അത് യൂസ് ചെയ്യണം കേട്ടോ. ഒരിക്കലും അത് മുതലാക്കാതെ ഇരിക്കരുത്. അങ്ങനെ ആ കഥകൾ കേട്ടിട്ട് അതിനെ പറ്റിയുള്ള കമന്റ്സും എനിക്ക് നമ്മുടെ ഈ സ്റ്റോറിയുടെ താഴെ നിങ്ങൾ തരണം. വേറൊരു കാര്യം, ദേവുവിനോട് സംസാരിക്കാനുള്ള അവസരം നോക്കി നടക്കുന്നവർ ഒരുപാടുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അപ്പോ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ കമന്റ് ബോക്സിലെ ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമന്റ് നോക്കിക്കോളൂ. അവിടെയുള്ള നമ്മുടെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എന്നെ കാണാനും സംസാരിക്കാനുള്ള അവസരം വരെ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ മാസത്തെ നല്ല കിടിലൻ ഓപ്പൺ സ്റ്റോറീസ് നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ പറ്റും. അപ്പോ എങ്ങനെയാ, അവിടെയുള്ള ആ മെമ്പർഷിപ്പ് അങ്ങ് എടുക്കുമല്ലേ? നമ്മുടെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. വേഗം വന്ന് ജോയിൻ ചെയ്തോ. അവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഞാനാണ് കാത്തിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ, അച്ഛൻ മോൾ സ്റ്റോറീസിന് ഫാൻസ് ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടേക്കണേ. അച്ഛന്റെ ദാഹമുക്തി എന്നുള്ള ഒരു കിടിലൻ സ്റ്റോറിയാ വായിക്കാൻ പോകുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് വന്ന അച്ഛൻ. അപ്പോ എങ്ങനെയാണ് ആ ചെറിയ മോള് അച്ഛനെ റൂട്ടിലേക്ക് എത്തിച്ചതെന്ന് കാണണ്ടേ? കഥയുടെ പറയാൻ പോകുന്നത് മാളു ആട്ടോ. മാളവിക എന്ന പേര്. അവൾക്കിപ്പോ 19 വയസ്സുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നേ. ബാബു എന്ന അച്ഛന്റെ പേര്. ഏതാണ്ട് 6 വർഷമായി അച്ഛൻ പോയിട്ട്. അവിടുത്തെ ജോലി ഏതാണ്ട് പോയ മട്ട. ഇനി മുമ്പോട്ട് എങ്ങനെയെന്ന ചിന്ത അച്ഛനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നാലും കുറച്ചു ദിവസം വീട്ടിൽ നിൽക്കുന്നതിന്റെ ആ ചെറിയ സന്തോഷവും തൽക്കാലം ഉള്ളതൊക്കെ വാരിക്കെട്ടി അച്ഛന്റെ വരവ്. അച്ഛനെന്ന് പോകുമ്പോ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പൊ എനിക്ക് 19 വയസ്സ്. എന്റെ വളർച്ചയുടെ പ്രായമായിപ്പോ. ഉയരായിട്ടില്ല. 4 അടി 8 ഇഞ്ചുണ്ട്. ആവശ്യത്തിന് തടിയും. ആര് കണ്ടാലും കൊതിക്കുന്ന ഇരുനിറവും. 34, 30, 34 കേട്ടോ അളവൊക്കെ. ഉയരം ഇല്ലെങ്കിലും പ്രായത്തിൽ കവിഞ്ഞ ആ മുന്നിലെ കുന്നുകളും പിന്നിലെ ചെറിയ ആ കുന്നുകളും ഒക്കെയുണ്ട്. ശരീരത്തിൽ ചേരാതെ അതൊക്കെ ഇങ്ങനെ തെറിച്ചു നിൽക്കുമ്പോ ആൾക്കാരുടെ നോട്ടമൊക്കെ എനിക്ക് മനസ്സിലാവാറുണ്ട്. അല്ലെങ്കിലും നമ്മുടെ ഈ 19ാം വയസ്സിലെ ആളിനെ കൊണ്ട് നോക്കിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴല്ലേ? ഒരു പരിധിക്കപ്പുറമായി കഴിഞ്ഞാൽ എനിക്ക് ഇറിറ്റേഷൻ ആവുമെങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള നോട്ടങ്ങളൊക്കെ ഞാനും ആസ്വദിക്കാറുണ്ട്. ഞാനും അച്ഛനും പണ്ട് തൊട്ടേ നല്ല കമ്പനിയാ. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചിരുന്നു. ആദ്യമൊക്കെ നന്നായി കാര്യങ്ങൾ പോയെങ്കിലും ഞാൻ വളരുന്നത് കൂടെ രണ്ടമ്മയുടെ ഭാവം മാറി തുടങ്ങി. അവർക്ക് അച്ഛൻ അയക്കുന്ന പൈസ മാത്രം മതി. ഒന്ന് നേരെ ചവ്വേ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അച്ഛനാണെങ്കിൽ അതിനെപ്പോഴും വല്ലാത്ത വിഷമാ. പിന്നെ വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോ എന്നോട് അച്ഛൻ കൂടുതൽ സംസാരിക്കാറുള്ളത്. അധികം അമ്മ മിണ്ടാറില്ല. പൈസയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ ഫോൺ എന്നെ ഏൽപ്പിച്ച് പുള്ളിക്കാരി സ്വന്തം വഴിക്ക് പോകും. ആ സമയം വീഡിയോ കോളിലാണേ ചിലപ്പോ അച്ഛൻ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സായിപ്പങ്കിളുണ്ട്. പുള്ളിയൊക്കെ കാണിച്ച് ദേ ഇവരെ കൊണ്ട് നിന്നെ കെട്ടിക്കുമെന്നൊക്കെ പറയും. എനിക്കാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോ ഉണ്ടാവുന്നൊരു നാണം പറയാൻ പറ്റില്ല. അങ്ങനെ കല്യാണം എന്ന് പറഞ്ഞാല് കെട്ടിപ്പിടുത്തവും കിസ്സിങ് ഒക്കെ ആണെന്ന് ജീവിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. ഒരു മരമണ്ടി. ആളുകൾ നോക്കുന്നത് ശരിക്കും ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ പ്രത്യേക ഭാഗങ്ങളിലാണെന്ന് പോലും എനിക്ക് ബോധമില്ലായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ എന്തോ ഭയങ്കര സുന്ദരിയാണെന്നും എന്റെ മുഖത്തേക്കുമാണ് നോട്ടമെന്നായിരുന്നു അന്നത്തെ ആ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നേ. അങ്ങനെ കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അച്ഛനെ കാണാൻ പോകുന്ന സന്തോഷത്തിലായിരുന്നു ഞാനും.
നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ആള് വന്ന് ഇറങ്ങിയേ. വലിയൊരു ആരവത്തോടെ അച്ഛനെ ഞങ്ങൾ എതിരേറ്റു. അടിപൊളി ഫുഡും ഹോട്ടലിൽ കയറിയുള്ള ആ അച്ഛൻ ചെയ്ത ട്രീറ്റും ഒക്കെ എല്ലാരും നന്നായി എൻജോയ് ചെയ്തു. ആഘോഷ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. വന്നിരുന്ന ആ ബന്ധുക്കളൊക്കെ പോയി തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞ് ആ പെട്ടിപൊട്ടിക്കൽ ചടങ്ങും കഴിഞ്ഞു. മിച്ചമുണ്ടായിരുന്ന പൈസ അക്കൗണ്ടിലിട്ട് അച്ഛൻ വന്നിരിക്കുന്നേ. ജോലി പോയ കാരണം അധികമൊന്നും വാങ്ങിയില്ല. അതൊക്കെ മനസ്സിലായപ്പോ തന്നെ അമ്മയുടെ മുഖം കല്ലിച്ചു. കൂട്ടത്തിൽ എനിക്ക് കൊണ്ടുവന്നൊരു ഐഫോൺ കൂടി കണ്ടപ്പോ ആ ദേഷ്യം ഇരട്ടിയായി. എടി, എന്റെ ജോലി പോയിരിക്കുവാ, ഇനി വേറെ നോക്കണം. എനിക്കാണേലും കാലിന് വയ്യ. ആയുർവേദ ഒഴിച്ചിൽ നടത്തി ശരിയാക്കണം. പിന്നെ ഞാൻ വീണ്ടും പോകും. വേറെ ജോലി കണ്ടുപിടിക്കണം. ഇങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ വന്നത്? ഇപ്പൊ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അവിടെ തന്നെ നിന്നോടായിരുന്നോ എന്നുള്ള ചോദ്യമൊക്കെയാ അമ്മ തിരിച്ചു കൊടുത്തോണ്ടിരുന്നേ. പാവ അച്ഛനുണ്ടായിരുന്ന സങ്കടം. ശരിക്കും പറഞ്ഞാ അത് കേട്ടു നിന്ന എനിക്ക് വരെ സങ്കടായി. അപ്പൊ പിന്നെ ഇതൊക്കെ അനുഭവിക്കുന്ന അച്ഛന്റെ കാര്യം പറയാനുണ്ടോ? അങ്ങനെ എന്റെ ഫോണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. സന്തോഷായിട്ടോ ആൾക്ക്. അതുകൊണ്ട് അമ്മ അങ്ങ് പോയി. കുറെ ദിവസം കഴിഞ്ഞിട്ടും അച്ഛന്റെ കാലിന്റെ അവസ്ഥ വളരെ മോശമായി തുടരുകയാ. അതൊന്നും മാറുന്നേയില്ല. ഒരു കൂട്ടുകാരൻ പറഞ്ഞ പ്രകാരം ആയുർവേദ ഡോക്ടറെ പോയി കണ്ടു. കുറച്ചു ദിവസത്തെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒഴിച്ചിലും ഫിസിയോതെറാപ്പിയും ഒക്കെയായി മുമ്പോട്ട് പോയി. ഇപ്പൊ നല്ല കുറവുണ്ട്. അച്ഛന്റെ ഡ്രസ്സ് മൊത്തം കഴുകുന്ന ഞാനാ. അതിലാണെങ്കിൽ ആകെ തൈലത്തിന്റെയും കഷായത്തിന്റെയും ഗന്ധം. അങ്ങനെ ചികിത്സ കഴിയാറായപ്പോഴാ ഡോക്ടർ പറഞ്ഞു, ഇനി ബാക്കി വീട്ടിൽ ചെയ്താൽ മതി. ദേഹം മാസകലം എണ്ണയിടണം. 1 മണിക്കൂർ കഴിഞ്ഞ് ഇളംചൂട് വെള്ളത്തിൽ കുളിക്കണം. അച്ഛനിത് അമ്മയോട് പറഞ്ഞു. ശരി, ഞാനിട്ട് തരാം. അങ്ങനെ ഒരു 3-4 ദിവസം പതിയെ പ്രശ്നങ്ങളില്ലാതെ പോയി. പിന്നീട് എന്താണ് കാരണമെന്നൊന്നുമില്ല. അമ്മ നന്നായി തന്നെ ഒച്ചയുണ്ടാക്കി തുടങ്ങി. ഗതികെട്ട അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ നിനക്ക് പൈസയല്ലേ വേണ്ടത്, എന്നെ ആർക്കും വേണ്ടല്ലോ എന്ന്. അങ്ങനെ ആ സംസാരം വലിയൊരു വഴക്കിൽ അച്ഛൻ അവസാനിച്ചേ. വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ അതെനിക്കൊരു ഷോക്കായിരുന്നു. അമ്മ ഇങ്ങനെ ഒച്ചയുണ്ടാക്കുമെന്നല്ലാതെ ഇറങ്ങിപ്പോകുമെന്നോ അച്ഛനുമായി പിരിഞ്ഞു ജീവിക്കാൻ തയ്യാറാവുമെന്നോ ഒന്നും അച്ഛനും ഞാനും ഒരേപോലെ വിചാരിച്ചതേയില്ല. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ ആൾക്കാർ. അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാനേ പറ്റില്ല. അങ്ങനെ ഒരു ദിവസമാ ഞാൻ വാതിലിന്റെ വിടവിലൂടെ ഒരു കാഴ്ച കണ്ടേ. ഉച്ചയാകാറായി. അച്ഛൻ ദേഹത്ത് എണ്ണയിടുന്ന തിരക്കില്ല. അച്ഛന് തിരിയാൻ പറ്റുന്നില്ല. വളരെ പണിപ്പെട്ട് എണ്ണ തേക്കുന്നു ആ പാവം. എണ്ണ തേച്ചുകൊണ്ടിരിക്കെ കൈകുത്തി അച്ഛൻ പെട്ടെന്ന് കൈതന്നി വീണു. ഞാൻ ഓടിച്ചെന്ന് വാതിൽ തള്ളി തുറന്നു. ഒരു തോർത്തുമുണ്ട അച്ഛൻ എടുത്തിരിക്കുന്നേ. അച്ഛൻ എഴുന്നേൽപ്പിക്കാൻ ഞാനൊന്ന് കുനിഞ്ഞു. ഇട്ടിരുന്ന ചുരിദാറിന്റെ ചില ഭാഗങ്ങൾ നീണ്ടു താഴേക്കങ്ങ് പോയി. അതിനുള്ളിലൂടെ എന്റെ പല ഭാഗങ്ങളും പാതി വഴിയിൽ തെറിച്ചു. ആ നിമിഷത്തിൽ പ്രകടമായ ആ കാഴ്ച അച്ഛന് സത്യം പറഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. എങ്ങനെയൊക്കെയോ അച്ഛനെ ഞാൻ പൊക്കിയെടുത്തു. എഴുന്നേറ്റ് നിന്ന് അച്ഛന്റെ ആ തോർത്തുമുണ്ടിൽ ഒരു കൊടിമരം വിരിയുന്നത് ഞാൻ കണ്ടു. എന്താ സംഭവിക്കുന്നത് മനസ്സിലാകാതിരുന്ന എന്നെ പെട്ടെന്ന് തന്നെ അച്ഛൻ തള്ളി പുറത്താക്കി വാതിലടച്ചു. അച്ഛൻ ഇനിയും വീണെങ്കിലോ എന്ന് ആലോചിച്ചു ഞാൻ ആ വാതിലിന്റെ അവിടെ തന്നെ കാതോർത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അതാ മുറിയിൽ നിന്ന് എന്തൊക്കെയോ അപസ്വരങ്ങൾ. എന്താ കേൾക്കുന്നെന്നറിയാൻ ഞാൻ പോയി വാതിലിൽ കാതോർത്തു. പക്ഷെ ഒരു ഇംഗ്ലീഷുകാരിയുടെയും മറ്റെന്തോ ശബ്ദവും നിലവിളിക്കുന്നതുമൊക്കെ ആയിട്ടാ എനിക്ക് തോന്നിയേ. ഇതാരാണാവോ ഇപ്പോ എന്ന് വിചാരിച്ച് ജനലിലൂടെ ഞാൻ ചെറുതായി ഒന്ന് ഒളിഞ്ഞു നോക്കി. ആ കാഴ്ച കണ്ടിട്ടും എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. അച്ഛൻ പുറംതിരിഞ്ഞു കിടക്കുക. കയ്യിൽ ഫോണുണ്ട്. പിന്നെ അച്ഛൻ എന്തൊക്കെയോ കാണിക്കുന്നു. എനിക്കെന്തൊക്കെയാ കാണിക്കുന്നതെന്ന് മനസ്സിലാവണ്ടേ. കുറച്ചു കഴിഞ്ഞ് നനഞ്ഞ തോർത്തുമായി ബാത്റൂമിലും പോയി. ഓ, ഉഴിച്ചിലിന്റെ ഭാഗമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അച്ഛൻ മസാജ് ചെയ്യാൻ നേരത്ത് ഞാൻ ഓടിച്ചെന്നു കേട്ടോ. വേണ്ട അച്ഛാ, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അച്ഛനുണ്ടോ സമ്മതിക്കുന്നു. നിന്നെ കൊണ്ട് പറ്റില്ല മോളെ, ഇത് നിന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ടതാ. ഞാൻ എത്ര ശാഠ്യം പിടിച്ചിട്ടും അച്ഛൻ സമ്മതിക്കുന്നില്ലായിരുന്നു. എന്നെ വഴക്ക് വരെ പറഞ്ഞു. എങ്കിലും അവസാനം എന്റെ ആ നിർബന്ധത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഒരു തോർത്തെടുത്ത അച്ഛൻ കിടന്നിരുന്നേ. ഞാൻ നന്നായി എണ്ണയൊഴിച്ച് ഓരോ ഭാഗങ്ങളും മൃദുലമായി തലോടിക്കൊണ്ടേയിരുന്നു. കാൽമുട്ടിന് മുകളിലേക്കാവുമ്പോ അച്ഛൻ തടയും. ഇത്ര മതി, മോള് ചോറെടുത്ത് വെക്ക്, അച്ഛൻ കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവും. ഞാനെന്ന് പറഞ്ഞു, ശേ
എന്റെ ഡ്രസ്സ് നാശായല്ലോ. അന്നേരം അച്ഛൻ ചിരിച്ചു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടെന്ന്. അതും പറഞ്ഞ് അച്ഛൻ കുളിക്കാൻ പോയി. അച്ഛനെ ഒരുപാട് സഹായിച്ചല്ലോ എന്നുള്ള ആത്മനിർവൃതിയായിരുന്നു എനിക്ക്. ഒരിക്കലെങ്കിലും അച്ഛനെ സഹായിക്കാൻ പറ്റിയതില് മനസ്സ് നിറഞ്ഞിരുന്നു. പിറ്റേ ദിവസവും ഞാൻ ഉത്സാഹത്തോടെ അച്ഛനെ സഹായിക്കാൻ പോയി. ഇത്തവണ ഒരു പഴയ സ്ലീവ്ലെസ് ടീഷർട്ടും ഒരു ഷോർട്സും ധരിച്ചിരുന്നേ. നല്ല ഉടുപ്പിലൊന്നും കഷായമോ അല്ലെങ്കിൽ തൈലമോ കുഴമ്പോ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇറുകിക്കിടന്ന ടീഷർട്ടിൽ എന്റെ ഷേപ്പ് മുഴുവൻ നന്നായി കാണാം. ആഹാ, ഇത് ഞാൻ കഴിഞ്ഞ വർഷം അയച്ചു തന്നതല്ലേ? അച്ഛൻ ചോദിച്ചു. അതെ അച്ഛാ, ഇപ്പോ ടൈറ്റായി. അച്ഛൻ എന്നെ അന്ന് അടിമുടി നോക്കി. നീ വളർന്നു വലിയ പെണ്ണായി. അച്ഛന്റെ ആ നോട്ടം സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ ആദ്യമൊന്നും തോന്നിയില്ലെങ്കിലും പോകെ പോകെ എന്നിൽ എന്തൊക്കെയോ വികാരം ഉണർത്താൻ തുടങ്ങിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നന്നായി തന്നെ തടവുമ്പോൾ എന്റെ ചില ഭാഗങ്ങളൊക്കെ അച്ഛനിപ്പോ കാണാൻ പറ്റുന്ന രീതിയിലായി. ആ സമയം അച്ഛന്റെ ആ തോർത്ത് ഇന്നലെ സംഭവിച്ചതുപോലെ തന്നെ ഒരു കൊടിമരം. അത് കാണാൻ നല്ല രസമുണ്ട്. അച്ഛൻ മിണ്ടാതെ കിടക്കുക. പതിയെ കൈകൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അച്ഛൻ എഴുന്നേറ്റു. മതി മാളു. അതെന്താ അച്ഛാ? ബാക്കി ഞാൻ ചെയ്തോളാം. അമ്മ ചെയ്യേണ്ടതാ. അമ്മ ഇല്ലല്ലോ ഇപ്പോ, അതുകൊണ്ട് മോള് പൊയ്ക്കോ. അച്ഛ, അമ്മ ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്യൂലോ. അതിന് പറ്റില്ല മാളു. അച്ഛൻ പറയുന്നത് ഇപ്പൊ കേട്ടാ മതി. അങ്ങനെ എന്നെ തള്ളിമാറ്റി അച്ഛൻ കുളിക്കാൻ എഴുന്നേറ്റ് പോയി. എന്റെ മനസ്സ് മുഴുവൻ ഒരു കാർമേഘം മൂടിയ അവസ്ഥയായിരുന്നു. അച്ഛൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നി. ഉച്ച കഴിഞ്ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്റെ ഒരു കൂട്ടുകാരി മാർക്കറ്റിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളാണെങ്കിൽ ഒരു ലോക വായി നോക്കിയാ. ഞങ്ങളെങ്ങനെ മാർക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടി. എടി, നിന്റെ അച്ഛൻ വന്നല്ലേ? ചോക്ലേറ്റ്സ് ഒന്നും തന്നില്ലല്ലോ നീ എനിക്ക്. ഞാൻ അവളെയും കൂട്ടി പിന്നീട് ഐസ്ക്രീം കഴിക്കാൻ കയറി. അപ്പോഴാ അച്ഛന് സുഖമില്ലാത്തതും അമ്മ വീട്ടിൽ നിന്ന് പോയതും ഈ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ അവളോട് പറയുന്നേ. പെണ്ണത് കേട്ടപ്പോ വല്ലാത്ത ഉഷാറായി. എടി, നീ മേല് മൊത്തം പറയുമ്പോ അവിടെയുമൊക്കെ. എവിടെയാ? എടി മണ്ടി, മറ്റേ സ്ഥലത്തൊക്കെ. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അവിടെയൊക്കെ അച്ഛനാ ചെയ്യാ, ബാക്കിയൊക്കെ ഞാൻ. നിനക്ക് സഹായത്തിന് ആളെ വേണോ? ഞാൻ വരാം നിന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ. നിന്റെ അച്ഛൻ കിടുവല്ലേ, പണ്ടേ നല്ല ഗ്ലാമറാ. എനിക്കാണെങ്കിൽ ഇപ്പോ ഈ മധ്യവയസ്കരെയൊക്കെ കാണുമ്പോ ഒരു പ്രത്യേക ഇഷ്ടവാ. എനിക്കത് കേട്ടപ്പോ ദേഷ്യം വന്നു. പെണ്ണെ, നീ നിന്റെ വീട്ടിലുള്ളവരെ നോക്കിയാൽ മതിട്ടോ. അവളപ്പോ അവളുടെ ചിറ്റപ്പനുമായിട്ടുണ്ടായിരുന്ന ചെറിയ പിടിയും വലിയൊക്കെ എന്നോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അത്ഭുതത്തോടെയാ ഓർത്തെ. എല്ലാം സീരിയസ് ആയിട്ട് പറയുമ്പോ സത്യം പറഞ്ഞ അവളെ എനിക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ചെറുപ്പം തുടങ്ങിയുള്ള കൂട്ടാ. അപ്പോ അവൾ എന്നോട് ഇന്ന് പറഞ്ഞു, നല്ല രസവാടി, നമ്മളൊന്നും അറിയാതെ നിന്നു കൊടുത്താ മതി, അവർ തന്നെ എല്ലാം ചെയ്തോളൂ. നിന്റെ അച്ഛൻ നല്ല ഹെൽത്തി അല്ലേ, അച്ഛനും ആഗ്രഹങ്ങളുണ്ടാകും. നീ ഒന്നറിയാതെ നിന്നു കൊടുത്താ മതി, ബാക്കിയൊക്കെ അച്ഛൻ ചെയ്തോളൂ. സംശയമുണ്ടെങ്കിൽ നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഇനി ഇങ്ങനത്തെ ഡ്രസ്സല്ല ഇടണ്ടേ, കുറച്ചും കൂടി അവിടെയും ഇവിടെയും ഒക്കെ കാണുന്ന ഡ്രസ്സൊക്കെ ഇട് കേട്ടോ. എനിക്കതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു. മനസ്സിൽ എന്തൊക്കെയോ വല്ലായ്മ തോന്നി. അന്ന് വീട്ടിൽ ചെന്നിട്ടും ഞാൻ അതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ചു. അങ്ങനെ ഞാൻ അച്ഛൻ അന്ന് രാത്രി തൈലമിടാൻ ചെല്ലുമ്പോ അച്ഛന്റെ മുഖത്തേക്ക് ഒരുപാട് സമയം നോക്കണമെന്നും അച്ഛന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയണമെന്നും തീരുമാനിച്ചു ഉറപ്പിച്ചു. ഇത്തവണ അച്ഛൻ എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുക. ചിലപ്പോ ഇന്നലെ കാണുന്ന കാഴ്ച കണ്ടിട്ടായിരിക്കും. പാവം, എനിക്കറിയില്ല. ഞാൻ അവൾ പറഞ്ഞതുപോലെ തന്നെ തീരുമാനിച്ചു. നന്നായിട്ട് ഷേപ്പൊക്കെ കാണുന്ന നല്ല ടൈറ്റായിട്ടുള്ളൊരു ഡ്രസ്സ് തന്നെ ഇട്ടു. അച്ഛന്റെ മുഖം വിരിയുന്നത് ഞാൻ കണ്ടു. ഓരോ തവണയുള്ള എന്റെ മസാജിലും അച്ഛൻ എന്തൊക്കെയോ പ്രത്യേക ശബ്ദമുണ്ടാക്കുന്നുണ്ട്. അച്ഛന് സന്തോഷമാവുന്നുണ്ടെന്നും വേദന കുറയുന്നുണ്ടെന്നും വിചാരിച്ച് ഞാൻ വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ചെയ്തു. അച്ഛനിപ്പോ ഒരു സ്കെച്ചുകാരൻ വരയ്ക്കാൻ നോക്കുന്നത് പോലെ അടിമുടിയല്ലേ സ്കാൻ ചെയ്യുന്നുണ്ട്. അന്നത്തേത് വളരെ സൂപ്പറായിട്ടുള്ള മസാജായിരുന്നു. അച്ഛൻ്റെത് പതിവ് പോലുള്ള ആ കൊടിമരം ഉയരൽ കണ്ടപ്പോ തന്നെ എനിക്ക് അവള് പറഞ്ഞത് ഓർമ്മ വന്നു. അന്നത്തെ മസാജ് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ മസാജ് ആയപ്പോ അച്ഛന് വല്ലാത്ത ഉത്സാഹം. എന്താണിപ്പോ ഇങ്ങനെ? ഇതിനു മുന്നേ ഒന്നും അച്ഛന് താല്പര്യമേ ഇല്ലായിരുന്നല്ലോ എന്ന് ഞാൻ ഓർക്കാതിരുന്നില്ല. മോളു, ഇന്ന് അച്ഛനൊന്ന് ബാങ്കിൽ പോണം, നമുക്ക് കുറച്ച് നേരത്തെ വേണം കേട്ടോ എന്ന് പറഞ്ഞു. അത്ഭുതപ്പെട്ടുപോയി ഞാൻ. അച്ഛൻ പാടെ മാറിയിരിക്കുന്നു. അന്ന് കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ് ഇട്ടപ്പോ
അച്ഛന്റെ മുഖം മങ്ങുന്നത് ഞാൻ കണ്ടു. പാവം, ഒന്നും കാണാൻ പറ്റാത്തതിന്റെ സങ്കടം. അപ്പോൾ എനിക്ക് എന്റെ കൂട്ടുകാരി പറഞ്ഞത് എല്ലാം കറക്റ്റാണെന്ന് ബോധ്യപ്പെട്ടു. അച്ഛനായാലും ഉറങ്ങിക്കിടക്കുന്നത് ഒരു പുരുഷൻ തന്നെയല്ലേ. അച്ഛന്റെ ആ പൗരുഷം ഉണരുന്നത് എന്റെ പ്രത്യേക ഭാഗങ്ങൾ കാണുമ്പോഴാണെന്നും എന്റെ ആ തുടുപ്പും മുഴുപ്പും കാണുമ്പോഴാണെന്നും ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപക്ഷെ അവളിതൊന്നും പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോഴും അറിയാൻ പറ്റില്ലായിരുന്നു. അന്ന് വൈകിട്ട് ഞാൻ മസാജിനിടയിൽ അച്ഛന്റെ മുഖത്തേക്ക് നന്നായി നോക്കി. അച്ഛനും എന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. കാണിക്കാൻ ഞാനും കാണാൻ അച്ഛനും ഒരുക്കമാണെങ്കിൽ പിന്നെ ആർക്കെന്താലേ പ്രശ്നം. ഞാൻ നന്നായി തന്നെ ആ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി. അച്ഛൻ ആഗ്രഹിച്ച കാഴ്ച മുന്നിൽ തെളിഞ്ഞപ്പോ ആളുടെ മുഖം സന്തോഷം കൊണ്ട് തുടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതായിരുന്നല്ലേ പ്രശ്നം. കള്ളൻ എന്നോട് പിണങ്ങിയതപ്പോ അതിനായിരുന്നല്ലേ എന്ന് വിചാരിച്ചു. പയ്യെ പയ്യെ ഞാനും അച്ഛനും മനസ്സുകൊണ്ട് ഒരുപാട് അടുത്തിരുന്നു. അത് മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നു അത്. കുറെ സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അച്ഛനോടായി പറഞ്ഞു, അച്ഛനിടയ്ക്കിടയ്ക്ക് തനിയെ മരുന്നിടാറില്ലേ? ഇന്ന് മുഴുവനും ഞാൻ തന്നെ ഇട്ടുതരാം. വേണ്ട മോളൂ, അതൊക്കെ പ്രശ്നവാ, ശരിയാവത്തില്ല. ഞാൻ പക്ഷെ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. ഏതാണ്ട് ഞാൻ മുൻകൈയെടുത്ത് ഇവിടെ വരെ എത്തിയെങ്കിൽ ബാക്കിയും കൂടെ എനിക്ക് എത്തിക്കണമെന്ന് ഒരേ നിർബന്ധം. അപ്പൊ പിന്നെ അച്ഛന് വേണ്ടിയിട്ട് ഞാനങ്ങ് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായില്ല. എന്റെ വാശി തന്നെ ജയിച്ചു. ശരി, എങ്കിൽ മോളിന് ഇഷ്ടമുള്ള പോലെ ചെയ്തോ എന്ന് പറഞ്ഞു. ശരി, മോളപ്പോ അച്ഛൻ എന്തും ചെയ്തു തരുമോ? ആ, അച്ഛൻ ഇഷ്ടമുള്ളത് എന്നും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ പ്രകാരം ആ തോർത്തുമുണ്ട് ഞാനങ്ങ് മാറ്റി. ഇപ്പോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോ ഭാഗങ്ങളും. ഞാൻ നന്നായി തന്നെ അവിടെ മസാജ് ചെയ്തു. പക്ഷെ എനിക്കറിയില്ല എങ്ങനെയൊക്കെയാണെന്ന്. അച്ഛൻ ദാ ഇങ്ങനെ ചെയ്യുമോളെ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നന്നായിട്ട് തന്നെ ചെയ്യിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് അച്ഛനുണ്ടായിരുന്ന സുഖവും അച്ഛന്റെ കൃഷ്ണമണികളൊക്കെ മുകളിലേക്ക് മറിയുന്ന കാഴ്ചയും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഇത്ര നാളും ഇല്ലാതിരുന്ന എന്തോ ഒരു സുഖം എന്റെ ദേഹത്തു കൂടെ ഹരിച്ചു പോകുന്നത് പോലെ എനിക്ക് തോന്നി. എന്റെ സ്വന്തം അച്ഛൻ വളരെ സുന്ദരനാണ് ആള്. എനിക്കിപ്പോൾ 19 വയസ്സും എന്റെ അച്ഛന് ഏതാണ്ട് 40 വയസ്സിനടുത്തു. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട്. എങ്കിൽ പോലും ഈ 45 വയസ്സുള്ള അച്ഛനും ഞാനും തമ്മിൽ എത്ര പെട്ടെന്ന് സിങ്കായത്. ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യായിരുന്നു. ഇപ്പോൾ ഷെയറിങ് ചെയ്ത് ചെയ്ത് ദേ ഇവിടെ വരെ എത്തിയിരിക്കുന്നു. അച്ഛന്റെ ആ കൊതി ഇപ്പോ എനിക്ക് നന്നായി മനസ്സിലാകും. ആദ്യത്തെ ദിവസത്തെ ആ മസാജ് അങ്ങനെ കഴിഞ്ഞു. അച്ഛൻ എന്നെ റൂമിൽ നിന്ന് പറഞ്ഞു വിട്ടു. കുളിച്ചു വന്നു. പിറ്റേ ദിവസം ആൾക്ക് മടിയായിരുന്നു. വേണ്ട മോളെ, ഇന്നലത്തെ പോലെ സംഭവിച്ചാലോ, അത് ബുദ്ധിമുട്ടാണ്. ഞാനൊന്ന് ചിരിച്ചു. സാരമില്ലച്ചാ, അതെനിക്കും ഇഷ്ടമാ. നമുക്ക് പിന്നെന്തിനാ പേടിക്കാനുള്ളത്? എന്റെ ആ വാക്കുകൾ അച്ഛന് കൊടുത്ത ധൈര്യം ഭയങ്കര വലുതായിരുന്നു. അച്ഛൻ സന്തോഷത്തോടെ തയ്യാറായി. ഇത്തവണ ചെറുതായിട്ട് അച്ഛൻ ഇങ്ങോട്ടും എന്നെ സുഖിപ്പിച്ചു തുടങ്ങിയിരുന്നു. ഒന്നും എനിക്കറിയില്ലെന്ന് ആ സമയത്ത് അച്ഛന് മനസ്സിലായേ. ആദ്യമൊക്കെ ആള് വിചാരിച്ചു കാണും ഞാൻ അഭിനയിക്കുന്നതാണെന്ന്. പക്ഷെ അല്ലാട്ടോ, എട്ടും പൊട്ടും തിരിയാത്ത എനിക്ക് അച്ഛൻ ഓരോന്നും ബാലപാഠം പഠിപ്പിച്ചു തന്നു. സുഖിക്കാനും സുഖിപ്പിക്കാനും ആ സുഖത്തിന്റെ നിമിഷങ്ങൾ എങ്ങനെ ആസ്വദിക്കണമെന്നും എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു തന്നു. അച്ഛൻ പഠിപ്പിച്ചത് കൊണ്ടാവും എനിക്ക് എല്ലാ സുഖത്തിനും ഒരല്പം മധുര കൂടുതൽ തോന്നിയത്. അച്ഛനിപ്പോ സത്യം പറഞ്ഞാൽ അമ്മയുടെ ആവശ്യമേ ഇല്ല. എനിക്കിപ്പോ കല്യാണപ്രായമായിട്ടും ഒരു വിവാഹത്തിന്റെ ആഗ്രഹവും തോന്നുന്നില്ല. ഞാനും എന്റെ അച്ഛനും ഇപ്പോ രണ്ട് ശരീരമല്ല, ഒരേ ശരീരമാ. അച്ഛന്റെ ആ കാലുവേദനയും ഒഴിച്ചിലിന് നിർദ്ദേശിച്ച ഡോക്ടറോടും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ഓരോ ദിവസവും അല്ലെങ്കിൽ ഒന്നിച്ചു കിട്ടുന്ന ഓരോ നിമിഷവും ഞാനും അച്ഛനും പരസ്പരം സുഖിക്കുകയും സുഖിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാ ഡോക്ടർ കാരണല്ലേ. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം മെലിഞ്ഞിരുന്ന എന്റെ ശരീരം ഇപ്പോ നന്നായി കൊഴുത്തു. വേറൊന്നും കൊണ്ടല്ല, അതുപോലെ തന്നെയാ എന്റെ സുന്ദരനച്ഛനിപ്പോ എന്നെ എടുത്തിട്ട് പെരുമാറുന്നത്. എനിക്കാണെങ്കിൽ ഒന്നിനും താല്പര്യക്കുറവില്ലാന്ന് മാത്രല്ല, അച്ഛൻ പുതിയതോരോന്ന് പരീക്ഷിക്കാൻ പറയുമ്പോ വല്ലാത്ത സന്തോഷവുമാണ് എനിക്ക്. ഫോണിൽ കാണുന്നതൊക്കെ പരീക്ഷിക്കല ഞങ്ങളുടെ ഇപ്പോ ഇടവേളകളിലെ ഏറ്റവും വലിയ കാര്യം. ഇതുപോലെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരും വേണ്ടെന്ന് വയ്ക്കരുത് കേട്ടോ. നന്നായി അങ്ങ് വിനിയോഗിച്ചേക്കണം. കാരണം ഇതൊക്കെ കിട്ടുന്ന ത്രില്ല് മറ്റൊരു സ്ഥലത്തൊന്നും നമുക്ക് കിട്ടില്ല. വീട്ടിലെ ബാലപാഠം വല്ലാത്ത ത്രില്ലും ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് തരാൻ പോകുന്നേ. അപ്പോ ഈ എന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണേ. അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ ഡിയേഴ്സ്.